ഈ മംഗലം എന്തായാലും നടക്കും. ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് പഴഞ്ച സ്റ്റൈല് വേറെ സ്റ്റൈലിൽ വരണമെന്ന്. അതിന് ഞാൻ വന്നിട്ട് അടിപൊളി വൃക്ഷം പറഞ്ഞേ എത്തി. അത് ഞാൻ മാറ്റിപ്പൊടിക്കട്ടെ. ഇത് കല്യാണം ശരിയാവും, സെറ്റാവും. മമ്മന്നെ ഇതൊന്ന് പാക്കാക്കി തന്നെ. ഇവിടെ പറഞ്ഞടാ. ഇടാ. സ്റ്റൈലാക്കിടാ മമ്മന്നെ. कैसा क्या അല്ല बाल कटे അതായത് കൂടുതൽ വലിച്ച് കളയണ്ട മുടി. क्या കൂടുതൽ മൊത്തം കളയണ്ട. ദേശമായിട്ട് ഇങ്ങനെ ചെറിയ സൈസ് मॉडल है हिंदी स्टाइल कटे हिंदी स्टाइल മലയാള പണിക്കാരുണ്ടോ? മലയാള പണിക്കാരെ വിളിക്കും. മലയാളം കാവില്ല മലയാള പണി ഇല്ല മലയാളികൾ काम नहीं है पट्टिके ज्यादा हिंदी आदमी हेयर कटिंग ज्यादा हिंदी आदमी केरल से और बाल थोड़ा 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 അതെ ഞാൻ പറയാം. बोले बोला ഒന്നിച്ച് മുറിച്ചല്ലേ കല്യാണത്തിന് मुझे काली थोड़ा कट में स्टाइल से ഒന്നും ചെയ്യണ്ട. പറയാം ചെയ്യണ്ട ചെയ്യണം ചെയ്യണ്ട ചെയ്യണം ചെയ്യാനല്ല വന്നിടാ ചെയ്യാനാ വന്ന് ഞാൻ പറയുന്നത് മാലു മാലു बोला ചെറുങ്ങനെ മുറിച്ചിട്ട് ഒരു പൊറ്റ പോലെ മുറിച്ചിട്ട് അടവക്കാം. വേഷം മോളിൽ നീളം വരും. നീളം മാത്രം മുറിച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ സൈസില് ഒരു വര ഇടിയും ഒരു വര ഇടിയും 2 വര വര വരയില്ല ഓൺലി ബാൾ കട്ടിങ് ഫേഷ്യൽ ഹെഡ് മസാജ് ഹെഡ് മാഷ വരയില്ല. ഹെഡ് മാഷ് വരാനുണ്ടോ? മലയാളി ഹെഡ് മാഷ് വരാനുണ്ടോ? ഇന്റെ ഹെഡ് മനസ്സിലാവണില്ല സാർ പറയാം. ഞാൻ ഒരു കാര്യം പറയാം. തോടാ മലയാളം എനക്ക് അറിയാം സാർ എന്ത് മലയാളം ഇത് കച്ചറ മലയാളം പറയുന്ന ഞാൻ പറയുന്നത് നാ കേക്കാം. നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആള്. ഞാൻ പുറത്തോട്ട് പോണോ? നിങ്ങൾ പുറത്തുനിന്ന് വന്ന ആള് നമ്മ നാട്ടുകാര്. നിങ്ങൾ പുറത്തുനിന്ന് വന്ന നാട്ട് പറഞ്ഞേക്കെ ഇവിടെ വന്നൊരു പൈസ നമ്മ തരുന്നത്. നമ്മ നാട്ടുകാർ പൈസ തരുന്നത്. പുറത്തുനിന്ന് ഇവിടെ വന്നൊരു പണിയെടുക്കുന്നു. ഇല്ല ജാഥാ പൈസ ഇല്ല. ചോടാ പൈസ. ഹെയർ കട്ട് के 100 एक छोटा रुपए ഷേവിംഗ് के 80 रुपीस ഷേവിംഗ് 80. ഒന്ന് മസാജ് ചെയ്യോ? ഇങ്ങനെ ഇങ്ങനെ സാധനം ചെയ്തിട്ട് ഒരു ഉഷാറാക്കാൻ ഹെഡ് മസാജ് മനസ്സിലായി മനസ്സിലായി. ഹെഡ് മസാജ് പോലെ വായ പകട്ടായി കച്ചറ എല്ലാ കച്ചറ മലയാളം നമ്മുടെ പണിയില്ല നല്ല പച്ചാട്ട് കയറി ഞാൻ പറയും. ഓനവന്റെ ഭാഷ സുഖ സുഖ അത് നല്ല തന്നെ നല്ല സുഖ. കണ്ണടച്ച് കണ്ണടച്ച് ഹെഡ് കണ്ണടച്ച് കണ്ണ് വേണ്ട കണ്ണ് തോടാ റിലാക്സ് റിലാക്സ്. അച്ഛാ 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 ആരാച്ചനാണ് ഹിന്ദിക്കാർക്ക് തെറി പറയാൻ പന്നി. അച്ഛാ ഒറ്റ മിനിറ്റ് നമുക്ക് ജീവിതം വേണം. തല വേണ്ട. നല്ല ചിന്ത വരും ചിന്ത. ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടാ കുറച്ച് ചെയ്തിട്ട് നമ്മ മുടി ഉണ്ടാതെ ഇരിക്കടാ കള പന്നി. ഞാൻ ചെയ്യട്ടാ. പിന്നെ बॉम्बे से 5 साल में मेरा कटिंग है. अहमदाबाद में एक हेलो बाबू पैरी मंडल एक 4 में और मेरा बोलेगा ये काम है अभी काम है थोड़ा टाइम बाद में बोलेगा अभी काम है और कचरा आदमी नाम വിളിക്കാം गाँव से തല്ലും കുത്തും തലക്ക് അധികം ഞാൻ കുത്തും മുണ്ടാതെ ഇരിക്കണം പാത്തി എനിക്കറിയാം. ബായ് മെല്ലെ 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 നമുക്ക് അമിതാഭ് ബച്ചൻ മാലൂം അമിതാഭ് ബച്ചൻ ഹിന്ദി ആക്ടർ മാലൂം. ഷാരൂഖ് ഖാൻ ആയിക്കോട്ടെ. ഷാരൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ का मेरा कटिंग പണ്ടേത്തെ मेरा बापा कटिंग. ഷാരൂഖ് ഖാൻ ആമിർ ഖാൻ സൽമാൻ ഖാൻ മെല്ലെ മെല്ലെ ചെയ്. നാറിയിട്ട് പാടില്ല. മെല്ലെ മെല്ലെ ചെയ്യുന്ന പറയുന്ന കേൾക്കുന്നില്ല എനിക്ക്. കുളിക്കാറില്ല കുളിക്കില്ല ഡെയിലി കുളിക്കില്ല. കട്ടിങ്ങും വേണ്ട മസാജിങ്ങും വേണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ ഹിന്ദിക്കാരാ വിടു 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 വിടു.
ഒച്ചനായി ഒച്ചനായി. ഇനിയും വരട്ടെ, ചത്തു കഴിഞ്ഞാ പോയില്ലേ? വേണ്ട, വീട് വിട്ടേ ആവുന്ന അത്ര വേണ്ടോ? വിട്ടവനെ എടുത്തതിന്റെ സാധനം എടുത്ത് പോയി കളത് കായ് എന്താ നീ എടുത്ത് വരക്കുന്നത്? ഇവിടെ മസാജ് വേണ്ട, വെട്ടിയാ മതി. ഓ ഇതറി കളകഴുതേ നായി പട്ടി സുഖം സുഖം. ഒഴിവാക്ക്. बोलेगा सुखम. ഒഴിവാക്കിന് വെട്ടിയാ മതിയോ? बैठे. വിളിച്ചാണ് क्या? വെട്ടിയാ മതി. थोड़ा टाइम मसाज है, थोड़ा टाइम. No. रिलैक्स रिलैक्स. അതൊരു വെച്ചാണ് बाल कटे. വെട്ടിയാ മതി. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരിക്ക് പഴയ കാലത്ത് ഇതിന്റെ ഒന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അണ്ണാനൊക്കെ വന്നിട്ട് തട്ടിയിടുന്നു. മറ്റമ്മ ഇടണോ? എത്തോ എത്തോ? ആ നോക്കട്ടെ, ഇത് പിടിക്കുകയും എന്തൊക്കെ ഞാൻ പിടിക്കണോ? ആ ഓർത്ത് കഴിഞ്ഞത് ഇങ്ങടെ എത്തില്ലല്ലാണ്ട്. ആ നോക്കട്ടെ. ഇതാ അവിടെ ഉണ്ട്, അവിടെ എവിടെ? ദാ. ആ ഒന്നും വേണ്ട, നീ കിട്ടാ മതിയായി. ദാ അവിടെ ഉണ്ടെന്നേ. അവിടെ കിട്ടാൻ നീ ഇന്നെ കൊണ്ട് വയ്യത്. ആ ഫോണും പിടിച്ചിരുന്നയ്യേ. ജോലിയൊന്നും വേണ്ടല്ലോ എനിക്ക്. ഞാൻ പഠിക്കുന്ന. നീ പഠിക്കണം ഇങ്ങനെ ഫോൺ നോക്കിട്ടാ? എന്നിട്ടായി നിലത്തൊക്കെ ഇല്ലാണ്ടോ? ആ ഓക്ക് ജോലി വേണമെന്നൊന്നുമില്ലേ? അവളുടെ ഇഷ്ടം നടക്കട്ടെ. നമുക്ക് ഇട്ടത് നോക്കാനും അറിയില്ല, പറഞ്ഞു കൊടുക്കാനും അറിയില്ല. അപ്പൊ അവളുടെ ഇഷ്ടം. മോളെ ജോലി കിട്ടിയില്ലെങ്കിൽ എവിടെ അങ്ങനെ കുത്തിരിക്കുള്ളൂ. എന്നെ കെട്ടിച്ചു വിടുന്നോന്ന് വിചാരിക്കണ്ടേ? എട്ടിച്ചു വിടണ കേട്ടോ, പൈസ തോറ്റ. ആ അപ്പൊ പറഞ്ഞുതരാം ഞാന്. ഓള് സൗകര്യത്തിലാണ്. ആ ഇത് അവിടെ ഉണ്ടേ. ഇതാ അവിടെ. എന്താ പറഞ്ഞേ? ഞാൻ എന്താ കൂലിപ്പണിക്കാരനോ? ഇത് ഇങ്ങനെ കയറി ഇതൊക്കെ കെട്ടില്ല പണി. ഈ മാവിന്റെ മുളത്തെ ഞാൻ കേറാ. വഴക്കണ്ടാ വീട്ടിൽ പേരുന്നു കേട്ടോ. ഇന്നെന്തേലും പറഞ്ഞ ഞാൻ നല്ല വർത്താനം ഞാൻ പറയട്ടാ. ഇതിപ്പോ അതിന്റെ ചെറുപ്പുകൊണ്ടാണ് വന്നേക്കാം. ഞാൻ നോക്കാം എന്താ പറഞ്ഞു നോക്കാം. എടോ കോപ്പേ, കോപ്പന്റെ വാപ്പ എന്റെ പേര് കോയാന്നാണ്. ആ എടാ കോപ്പം കോയെ, തനിക്ക് ലേശമെങ്കിലും ഉളുപ്പുണ്ടോടോ? ഉളുപ്പ് എത്ര പ്രാവശ്യം ഞാൻ തന്നോട് പറഞ്ഞു? എന്തെന്ന് പറഞ്ഞു ഇയാള് പറഞ്ഞേ? എന്തെന്ന് പറഞ്ഞു? മതില് കെട്ടിയപ്പോ അവിടെ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയല്ലോ. വേസ്റ്റ് മാറ്റാത്തോണ്ട് വെള്ളം മഴ പെയ്താൽ എന്റെ വീട്ടിനുള്ളിലോട്ടാ കേറുന്നത്. അത് കാരണം എനിക്കോ എന്റെ ഭാര്യക്കോ എന്റെ കുട്ടികൾക്കോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ചെങ്ങായി എന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ല പഞ്ചായത്തിൽ പോയിട്ട് ഈ കാര്യം പറയാന്. ഇന്നോടൊപ്പം എന്താ കാണ വൃത്തിയാക്കൽ എക്ക് പണി? വൃത്തികേടാക്കിയത് താങ്കളോ? ആര് വൃത്തികേടാക്കി? വെറുതെ മുണ്ടാ പോയിക്കള ചങ്ങായി അവിടുന്ന്. എന്റെ പട്ടാളക്കളി ഒന്നും ഇവിടെ നടക്കൂല. അതാ എന്റെ കുടുംബത്ത് മതിട്ടോ. ഇവിടെ ഞാൻ എന്റെ കുടുംബത്തിൽ എന്താ ऐसे बर्बादी करके मुझसे बात करता है तुम क्या सोचा तुम? हरामजादे, उल्लू की पट्टे, बंदर की बच्चे। 2 दिन में दूंगा, उसके अंदर वो क्लियर नहीं करेगा तो मैं बंदूक उठा के गोली मार देगा तुमको। क्या क्या मुंह बंद हुआ तुम्हारा? बोलो बोलो, क्या क्या बोलो? तुम नहीं तो तुम्हारा बाप आके वो क्लियर करेगा. काम दूंगा मैं, काम. मैं फौजी हूं, समझना. 2 दिन दूंगा मैं, 2 दिन. 2 दिन के अंदर क्लियर नहीं करेगा तो मेरा बंदूक उड़ा के तुमको गोली चलाएगा. എനിക്ക് പറയാൻ കിട്ടുമോ? ഇക്ക് പറയാൻ കിട്ടണ്ടേ? എന്തി എന്തൊക്കെ വർത്താനം ഓൻ പറഞ്ഞ മലയാളത്തിലായോ നോക്കട്ടെ. ഞാൻ വേണ്ട ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഞാന്. ഓൻ എന്താ പറഞ്ഞൊക്കെ ഉള്ളത് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിക്ക്. ഇതിപ്പോ എന്നിട്ട് എന്താ കാര്യം? ഇത് നമുക്ക് വേണമെങ്കിൽ കേസൊക്കെ കൊടുക്കാം ഓനെതിരെ. വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിന്ന് പറയാ. എനിക്ക് ഇത്ര ബുദ്ധിയോ? ആ ഇക്ക വല്ല ബുദ്ധിയുണ്ട്. ഞാൻ ഇക്ക ഒന്ന് അങ്ങോട്ട് പറയാൻ കിട്ടാണ്ട് വല്ലാണ്ടായി പോയി ഞാന്. എന്റെ ഹിന്ദി ഓളോട് ചോദിച്ചു നോക്കി എന്താ പറഞ്ഞത്. ഇവിടെ വന്നേ, ഇവിടെ ഒന്ന് വാ. കൈവിട്ട് പഠിപ്പിക്കണേന് വല്ല ഗുണം ഉണ്ടാവും നോക്കട്ടെ. ഇതെന്താ മേജർ വന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു പോയത് എന്താന്ന് വെച്ച് കേട്ടോ? ഇത് കേട്ടിട്ട് ഉണ്ടാണ്ട് അവിടെ ഇരിക്കുക. എന്നെ ചീത്തയാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ?
എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് ഓൻ? ഭയങ്കര മോശമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അത് എന്താന്നല്ലേ ചോദിക്കണേ? അയ്യോ, അതൊരു വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തൊരു മോൾക്ക് പറയാൻ പറ്റൂല. അത്രക്ക് മോശപ്പെട്ടാ പറഞ്ഞത്? ദേ കേട്ടു നോക്ക്, ഒന്നുകൂടെ കേട്ടു നോക്ക്. എന്താ ഈ കള്ള നായിനെ ഞാൻ വേണ്ട? മൂത്തോക്കി പറഞ്ഞത് മനസ്സിലാവത്തോ പിന്നെ കേട്ടാ മനസ്സിലാവോ? അതെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് അറിയാവുന്ന പോലീസുകാരുടെ അടുത്ത് കൊണ്ടുപോയി കേൾപ്പിക്കും. ഒരു കേസും കൊടുത്തോ? അല്ല, അത് ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ അത്ര മോശപ്പെട്ടാണ് ഓൻ പറഞ്ഞെങ്കിൽ ഇക്ക് അത് മനസ്സിലായില്ല. ഞാന് ഒരു ശരാശരി വർത്താനാന്ന് വിചാരിച്ചായി. വീഡിയോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അല്ല, അത് കാണിക്കണം. ഇനി പറയാണ്ടിരിക്കാൻ പറ്റൂല. അത് കൊണ്ടുപോയി കാണിക്കട്ടെ. 4 വർത്താനം പറയണവനോട്. ഉള്ള മൂടൊക്കെ പോയി ഹലാക്ക്. ഞാൻ അങ്ങോട്ട് പോവാ. അപ്പൊ അത് ഇന്നത്തെ പണി എടുത്തി കളി. ആ ഓണയൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ കഞ്ഞി എന്തേ പഠിക്കാമോ? അങ്ങനെയെങ്കിലും ഒരു ഉപകാരം പോയി പഠിക്കുന്നു. പഠിക്കും. നിന്റെ ഫോൺ എടുക്ക്.